എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങൾ തുലാമാസം. അപ്പോൾ അതിൻ്റെയൊക്കെ പണ്ട് കാലത്ത് നിന്ന് ഓർമ്മകൾ വന്നത് ഇടിമഴയൊക്കെയാണല്ലോ തുലാമാസത്തിൽ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഓർമ്മകൾ, അത് കഴിഞ്ഞിട്ട് ഒരു 4 മണി ചായ. അതാണിപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്ക് അമ്മേനോട് ഈ പഴയ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു തരാം. ഇന്ന് തുലാമാസം 1-ാം തീയതിയാണ്, 30 ചൊവ്വാഴ്ച. തുലാമാസത്തിൽ 10-ാം തീയതി കഴിഞ്ഞാൽ മഴ ഉണ്ടാവില്ല, ലാഭത്തിലും കിടക്കാമെന്നാണ് പറയുക. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെയാണ് കാരണന്മാർ പറയൽ. ഇടിയും മഴയും എല്ലാം ഉണ്ടാവും ആ സമയത്ത്. ഇടിയൊക്കെ വെട്ടുമ്പോൾ ഞങ്ങളെ അച്ഛൻ അകത്ത് കസാലയമ്മിലൊക്കെയാണ് കൊണ്ടേ ഇരുത്തുക. എനിക്ക് ഇടിയൊക്കെ വലിയ പേടിയാണ്. ഞാൻ പിന്നെ അതൊക്കെ അമർന്നതിന് ശേഷം പുറത്തേക്ക് കിടക്കുള്ളൂ. തുണിയിലുള്ള സാധനം കൊണ്ടാണ് പുഴുക്കമൊക്കെ ഉണ്ടാക്കുക. പിന്നെ കാറ്റിൽ അവയൊക്കെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ തുണിയിൽ തന്നെ ഉണ്ടാക്കും, വീടിൽ നിന്നൊന്നും വാങ്ങണ്ട. ഉച്ചയ്ക്ക് ചോറും രാത്രി കഞ്ഞിയാണ് പ്രധാനമായിട്ട് ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ അതല്ല, ഇന്നൊക്കെ ഇപ്പോൾ 2 നേരം ചോറാണ്. അന്നതല്ല, അന്നൊക്കെ വൈകുന്നേരം കഞ്ഞി, പിന്നെ നല്ല നെല്ലുച്ചേരീൻ്റെ കഞ്ഞി, ഉച്ചയ്ക്ക് നല്ലൊരു ഊണും, അങ്ങനെയൊക്കെയാണ്. ഞങ്ങളൊക്കെ രാവിലെ നീച്ചാൽ പുഴയിലേക്കാണ് കുളിക്കാൻ പോവുക. പുഴയിൽ പോയാൽ സുഖമായിട്ട് കുളിച്ചു പോരാ, നല്ല മുങ്ങി കുളിക്കുക. അപ്പോൾ ഒക്കെ കുളിമുറി നല്ലുള്ള കുടി രാവിലെയൊക്കെ അല്ലേ? രാവിലെയൊക്കെ നേരത്തെ നീച്ച് പോവില്ലേ? നേരത്തെ നീച്ചാണ് കുളിക്കാൻ പോകില്ലേ പുഴയ്ക്ക്? 5 മണിക്ക്. ഞങ്ങൾ കുട്ടികളാവുന്ന കാലത്ത് കണ്ടിട്ടുണ്ട് ഞാൻ. നിങ്ങളൊക്കെ ഇവരൊക്കെ കുട്ടികളാവുന്ന കാലത്ത് ഞങ്ങൾ 5 മണിക്ക് പുഴയിലെത്തി പുഴയിൽ പോയിട്ടാണ് കുളിക്കുക. ഉച്ച തിരിഞ്ഞാൽ ഇടി മഴയാണ്. അപ്പോൾ തന്നെ കുറച്ച് മഴക്കാറൊക്കെ ഉണ്ട്, വെയിലും ഇറക്കിയിട്ടുണ്ട്, മഴയുണ്ട്, മഴക്കാറുമുണ്ട്. രാവിലെ തന്നെ അടുത്ത രാവിലെ നീച്ചുള്ള കുളി, അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്ക് പിന്നെ മറ്റു കാര്യങ്ങളായി. ഈ ഒരു കാലത്ത് പിന്നെ വെച്ചാൽ കുറച്ചും കൂടി ഒരു ചിട്ടൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവും. എന്താ വെച്ചാൽ ഈ ഉച്ചയ്ക്ക് ശേഷം മഴയാണ് അല്ലേ? ഉച്ചയ്ക്ക് ശേഷം മഴ ആയതുകൊണ്ട് പിന്നെ രാവിലെ എല്ലാം ശരിയാക്കി കാര്യങ്ങളൊക്കെ. ഉച്ചയ്ക്ക് ശേഷം പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം അതും കൂടി ഒക്കെ നോക്കിയിട്ടാണ് രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ട് അല്ലേ? രാവിലെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഉച്ചയ്ക്ക് കഴിയാൻ മഴയാണ്, പെരും മഴ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അന്നും പിന്നെ തുലാമാസത്തിലും പിന്നെ ഇറച്ചി മീനും അതൊക്കെ പിന്നെ നിങ്ങൾ അന്നുമില്ലേ? അതൊക്കെ നല്ല ഒന്നും കഴിച്ചിരുന്നു. അന്നൊക്കെ കഴിച്ചിരുന്നു. ഇറച്ചി മീനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ, നോൺ വെജ് ഒക്കെ കഴിക്കും. അതിലൊന്നും പിന്നെ ഇതില്ല ആ കാലത്തിൽ. വൃശ്ചികമാസം പറഞ്ഞാൽ പിന്നെ പിന്നെ വൃശ്ചികമാസം പറഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തുലാമാസത്തിലൊക്കെ കഴിച്ചിരുന്നു അല്ലേ? തുലാമാസത്തിലൊക്കെ കഴിക്കും. വൃശ്ചികമാസം പറഞ്ഞല്ല, കഴിക്കില്ല. അങ്ങനെ ഭയങ്കര ഈ ഇടിയും ഇതല്ല. അപ്പം ഞങ്ങളെ തന്നെ ഇവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല ആ സമയത്തൊക്കെ. ഇവരിങ്ങനെ 10 കഴിഞ്ഞാൽ ലാപ്പത്തിലും കിടക്കാന്ന് അങ്ങനെയുണ്ടോ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ പറയുമ്പോൾ ഞങ്ങളിപ്പോൾ ഇത് എന്താണെന്ന് കാര്യം മനസ്സിലാവണില്ല. അപ്പോൾ നമ്മൾ എന്താ ഇത് ഇങ്ങനെ പറയുന്നത് ഒന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെയാണ് ഇത് അപ്പോൾ ഇതൊരു ആലങ്കാരികമായിട്ടുള്ള പറച്ചിലാണല്ലോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ധൈര്യമായിട്ട് നമുക്ക് എവിടെയും കിടക്കാം. പിന്നെ മഴയില്ല, അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതിന് ശേഷം മഴ ഇല്ലല്ലോ. അതൊക്കെയാണ് ആ പഴയ ഒരു കാലത്ത് അവരൊക്കെ ആ രീതികൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഏതായാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്കൊരു ഉച്ചമയക്കുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഉണർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 3-3:30 ഒക്കെ ആകുമ്പോൾ ഒരു 3:30 മണിക്ക് പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് നുറുക്കും ചായയാണ്. നമ്മളാര് പഴയ ഇതാണല്ലോ, നുറുക്കൊക്കെ പണ്ട് കാലം പോലെയല്ലാണ്, അരി നുറുക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഇപ്പം എന്നുള്ളത്. പിന്നെ ഇനിയിപ്പോൾ അമ്മന്ന് ഉറങ്ങാൻ പോവാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു 4 മണി പിന്നെ ചായേൻ്റെ കൂടി വിശേഷങ്ങളും അങ്ങനെയാണ് ഇപ്പം ഇന്നത്തത്. ഒന്ന് കിടന്നോളൂ. അപ്പോൾ ഏതായാലും അമ്മ ഏതായാലും ഉറങ്ങട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നാൽ ഇനി നമുക്ക് ആ 4 മണി ചായ, നുറുക്കും കൂട്ടില്ല ചായ, ഇനി അതായിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ഏതായാലും കിടന്നോളി. ഇനി സാധാരണ നീക്കുന്ന നേരത്തെ നീച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഉറക്കം കഴിഞ്ഞ് അമ്മ എണീറ്റു.
ഇത് നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നുറുക്കാണ്. അപ്പോൾ അവിടുന്ന് തന്നെ അവർ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതൊക്കെയാണ് നമുക്ക് നുറുക്ക്. അപ്പോൾ അത് അവിടുന്ന് വാങ്ങാൻ പറ്റും. പിന്നെ മുമ്പൊക്കെ നുറുക്കും ചായ ഒരു പതിവായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ നുറുക്കും ചായ തന്നെ ആക്കിയത് തുലാമാസം 1-ാം തീയതി. ഇപ്പോൾ നേരം വൈകുന്നേരം ആവാനായി. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ശേഷമുള്ള, അതായത് വൈകുന്നേരം നേരത്തുള്ള മഴ അത് വരാനായി. തുലാമാസത്തിൽ കാരണം മഴ പോകുന്ന പോക്കായി. പിന്നെ ഇനി അങ്ങോട്ട് തെളിഞ്ഞ് വൃശ്ചികം അങ്ങോട്ട് പിന്നെ തെളിഞ്ഞ് നല്ല കാലാവസ്ഥയായുമാണ്. അപ്പോൾ മഴേൻ്റെ ഒരു അവസാനത്തെ ആ ഒരു മാസമാണ് ഓരോ വർഷത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.